തൃശൂർ അച്യുതമേനോൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ നടന്ന ഹ്രസ്വചിത്രമേളയിൽ രാജേഷ് നന്ദിയങ്കോടിന്റെ സിനിമകൾക്ക് അംഗീകാരം. പകൽമഴ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് രാജേഷ് നന്ദിയങ്കോടിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തു. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഹ്രസ്വചിത്ര മത്സരത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് രാജേഷ് നന്ദിയങ്കോടിന്റെ ചിത്രങ്ങൾ. മികച്ച സംവിധായകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ജീവിതങ്ങളെ സൂക്ഷ്മമായി നോക്കിക്കണ്ട് അറിയുന്ന ജീവിതങ്ങളെ പകർത്തിവെക്കുന്ന സംവിധായകനാണ് രാജേഷ് നന്ദിയങ്കോട്. അത്തരത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തെ ഭംഗിയായി അവതരിപ്പിച്ച ചിത്രമാണ് പകൽമഴ. ഈ ചിത്രമാണ് അദ്ദേഹത്തെ മികച്ച സംവിധായകനുള്ള അവാർഡിന് അർഹനാക്കിയത്. കൂടാതെ അദ്ദേഹം സംവിധാനം ചെയ്ത ഫീമെയിൽ കഥ എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു. ചിത്രത്തിൽ മുഖ്യ കഥാപാത്രം അവതരിപ്പിച്ച അഞ്ജു അരവിന്ദിനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 6 മാസം തനിച്ച് ജീവിച്ചതിന്റെ ഉറപ്പ് എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആവോ? ഞാൻ കാരണമാണ് ഒക്കെ ശരിയാവാത്തത്. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നന്ദി ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ പകൽമഴയുടെ രചനയും സംവിധാനവും രാജേഷ് നന്ദിയങ്കോട് തന്നെയാണ്. ചിത്രത്തിന്റെ നിർമ്മാണം ശാലിനി എൻ, ക്യാമറ നിഷാദ് കൊല്ലഴി, എഡിറ്റിംഗ് സുനിൽ പുലിക്കോട്ടിൽ, എഫക്ട് സൂരജ് ദേവ്, സംഗീതം വിനീഷ് മണി. ഈ അവാർഡ് കൂടാതെ തിരുവനന്തപുരത്തെ തെക്കൻ സ്റ്റാർ മീഡിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ സംവിധാനത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരവും, പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ വായനശാലയുടെ ചലച്ചിത്രോത്സവത്തിൽ മികച്ച സിനിമയ്ക്കുള്ള ജോൺ എബ്രഹാം പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ രാജേഷ് നന്ദിയങ്കോടിനെ തേടിയെത്തിയിട്ടുണ്ട്. NCV ന്യൂസ്, തൃത്താല.